എങ്ങോട്ടാ നിങ്ങളൊരു ഉമ്മയാണോ? എന്റെ ജീവിതം തകർത്തില്ല നിങ്ങള്? ഈ ആൾക്കാരെന്തെങ്കിലും പറയണ കേട്ട് എന്നോട് തിരക്ക് കൂടാൻ വരണ്ട. ഒരു മകനായി എനിക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും? ഇത്രയും കാലം നിങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചത്? അതിനിടയിൽ ഒരു മകനുള്ളതും അവൻ വളർന്നതും നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോഴെങ്കിലും ഇതൊക്കെ നിർത്തിക്കൊണ്ടിരുന്നോ? മതിയടാ, നിന്റെ തന്ത നിന്നെ വിട്ടിട്ട് പോകുമ്പോ നിനക്ക് വയസ്സ് 2. പിന്നെ നിന്നെ നോക്കി വളർത്താൻ ഞാൻ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത്. ഈ എന്നെങ്ങനെ പറയണം? ഇല്ലാത്തൊരു ജീവിതം എനിക്കിനി വേണ്ട. പാപം കൊണ്ട് കെട്ടിപ്പടുത്ത ഈ വീട്ടിലിനി ഞാൻ ജീവിക്കില്ല. എടാ പാവി, സ്വന്തം തളരെ തള്ളിട്ട് കൊന്നില്ലടാ. അബുവിന്റെ മാനെ കൊന്നേ, അബുവിന്റെ മാനെ കൊന്നേ, അബുവിന്റെ മാനെ കൊന്നേ. അങ്ങനെ ഇത്രയും കാലം ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ശിക്ഷ അനുഭവിച്ചു. റെജീനാനോടും എന്റെ കുട്ടീനോടും ചെയ്ത ക്രൂരതയ്ക്ക് ഞാൻ തന്നെ ഏറ്റുവാങ്ങിയതാണ് ഈ ശിക്ഷ. ഇപ്പോഴും എന്റെ ഭാര്യനെയും കുട്ടീനെയും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഈ ജന്മത്തിൽ ഇനി എനിക്കവരെ കാണാൻ കഴിയുമെന്നറിയില്ല. തീർച്ചയായും കാണാൻ മാത്രമല്ല, ഒന്നിച്ച് ജീവിക്കാൻ കഴിയും. അതിനുവേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്യാം. പിന്നെ ശിക്ഷയുടെ കാലാവധി കഴിയാറായില്ലേ? എത്രയും പെട്ടെന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും വേണ്ടപ്പെട്ടവരെ കണ്ട് ശരിയാക്കിക്കൊള്ളാം. എന്നാ ശരി, ഞാൻ നിങ്ങളെ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. ഇതാണ് ആചാര്യ നടന്നത്. ഇതിൽ അറിഞ്ഞുകൊണ്ട് ആരാണ് കുറ്റക്കാര്? റജീനയോട് ചെയ്ത എല്ലാ തെറ്റിനും അബു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ജയിലറക്കുള്ളിൽ കഴിയുമ്പോഴും അവന്റെ മനസ്സിൽ റജീനയും മകളും മാത്രമായി. ഇനി ഇവളുടെ ജീവിതത്തിലേക്ക് വേറെ ആര് വന്നാലും ഈ കുട്ടിക്ക് ജന്മം നൽകിയ വാപ്പയാകാൻ കഴിയുമോ? വാപ്പയെപ്പോലെ ഒരാളാകാനല്ലേ കഴിയും. ഞാൻ ഈ കാര്യം മുൻകൂട്ടി പറയാതിരുന്നത് എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനേ അറിയും, ദുഃഖിപ്പിക്കാൻ കഴിയില്ല. അബുവിന് കൊടുത്ത വാക്കുപ്രകാരം റജീനയും മോളെയും അവൻ വരുന്ന ഈ നിമിഷം വരെയും കാത്തുസൂക്ഷിക്കാൻ കടമപ്പെട്ടവനാണ് ഞാൻ. ഹൈദ്രോസിൽ നിന്നും റജീനയെ രക്ഷിക്കാൻ നിങ്ങളോട് എനിക്ക് നുണ പറയേണ്ടി വന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നന്മയ്ക്ക് വേണ്ടി 1 അല്ല 9 നുണ വേണമെങ്കിലും പറയാം മോനെ. ആചാര്യ, ഇവരെങ്ങളെ കൈകൊണ്ട് ചേർത്ത് വെക്കി. മക്കളെ, ഈ പുതിയ ജീവിതത്തിന് പടച്ചോന്റെ എല്ലാ കൃപയുണ്ടാവും. അൽഹംദുലില്ലാ. മക്കളെ, നമ്മൾ ഇഷ്ടപ്പെടുന്നതിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളിന്റെ കൂടെയാണ് ജീവിക്കേണ്ടത്. ആ ജീവിതത്തിന് സുഖം ഉണ്ടാവും. മോനെ നിഷാദേ, അന്നെ നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഒരു പെണ്ണിനെ കണ്ടാൽ മനുഷ്യത്വം മറന്ന് കഴുകനെ പോലെ അവളുടെ ശരീരം പിച്ചിച്ചീന്താനും, ഇനി അതിന് അവൾ വഴങ്ങിയില്ലെങ്കിലോ അപവാദങ്ങൾ പറഞ്ഞ് അവളെ താറടിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഈ സമൂഹത്തില് സത്യം നിലനിർത്തുന്ന അന്റെ മാതിരി ആളുണ്ടല്ലോ. ഈയാണ് മനുഷ്യൻ. അന്റെ മാതിരിയുള്ള ആളുകളാണ് നമ്മുടെ നാടിന് ആവശ്യം. പുതിയ തലമുറ അന്നെ കണ്ട് പഠിക്കട്ടെ. ആർത്തി പൂണ്ട് 10 100 100 10,000 പിഴ പിടിച്ച് നെട്ടോട്ട് ഓടുന്ന മനുഷ്യർക്ക് സഹജീവികളുടെ വേദനയോ നൊമ്പരോ കേൾക്കാൻ ഒട്ടും സമയമില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യ പ്രവൃത്തി കണ്ട് നാടുണരട്ടെ. നിങ്ങൾ ഈ നാട്ടിക്ക് വന്നപ്പോ ആദ്യം നിങ്ങളെ കുറ്റം പറഞ്ഞത് ഞാനാ. അതിന് കാരണമുണ്ട്. ആരെന്ത് പ്രവൃത്തി ചെയ്താലും അതിന്റെ പിന്നിലൊരു ലാഭക്കണ്ണുണ്ടാകും. ഇത്ര കാലം അതാ നമ്മൾ കണ്ടിട്ടുള്ളത്.
നാളെ സാന്ത്വനത്തിന്റെ വണ്ടി ഈ വഴിക്ക് വരുമ്പോ നിങ്ങളെ കൂടെ പ്രവർത്തിക്കാൻ ഈ നാട്ടിൽ നിന്ന് ഒരാൾ കൂടി ഉണ്ടാവും. ഹൈദ്രോസേ, മനുഷ്യന്മാരെ കണ്ടില്ലേ ഈ? ഇനിയെങ്കിലും അതുപോലെ മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. പടച്ചവന്റെ കിതാബില് ഈ ചെയ്ത പാപത്തിന്റെ കണക്കാണ് കൂടുതൽ ഉണ്ടാവുക. അതൊക്കെ ഒന്നും അറിയാത്ത എന്റെ മക്കളും കൂടി അനുഭവിക്കേണ്ടി വരും. അത് മറക്കണ്ട. എന്താ ഇത്? നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാ.